24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ ആറ്റുനോറ്റുകൊണ്ട് നടക്കുന്ന ദൈവമേ, ഇതൊന്ന് നടത്തി തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ, എനിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായേനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് വഴിത്തിരിവായേനെ. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുവാനുള്ള ഒരു ഉഗ്രൻ വഴിപാടാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വഴിപാട് നിങ്ങൾ ചെയ്യുകയൊന്നും വേണ്ട, മനസ്സിൽ നേർന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യം നടന്നു കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടി, അതിനുശേഷം അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ്. നടന്നതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരാം. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ഭഗവതിക്ക് നേരുക. നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും. ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ നടക്കും, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും, ചിലപ്പോൾ അതിനു മുൻപ് നടന്നു കിട്ടി എന്ന് വരുന്നതാണ്. അപ്പോൾ ആ വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇഷ്ട വരദായിനിയും ക്ഷിപ്രപ്രസാദിനിയും കരുണാമയുമാണ് നമ്മുടെ അമ്മ, ചോറ്റാനിക്കര അമ്മ ഭഗവതി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ്, അഥവാ പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത്. ചോറ്റാനിക്കര അമ്മയെ കാണണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു നിയോഗം ഉണ്ടാകണം. അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചോറ്റാനിക്കര എത്തി അമ്മയെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചോറ്റാനിക്കര അമ്മയുടെ വിളി വന്നെങ്കിൽ മാത്രമേ അമ്മയെ നമുക്ക് കാണുവാൻ അനുവാദം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്നിധിയിൽ എത്തിച്ചേരാനും അമ്മയെ കാണാനും പറ്റുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ വന്ന് അത് ഒഴിഞ്ഞു പോകുന്ന പതിവാണ് എന്നതാണ്. ചോറ്റാനിക്കര പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള, ചോറ്റാനിക്കര അമ്മയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമുക്ക് നോക്കാം എത്ര പേർക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാനുള്ള മഹാഭാഗ്യം ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ ചോറ്റാനിക്കര പോയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ മനസ്സൊന്ന് ഏകാഗ്രമാക്കി, മനസ്സൊന്ന് ശാന്തമാക്കി, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് മനസ്സിൽ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട്, ദൈവമേ, അമ്മേ, ഭഗവതി, എനിക്കിത് നടത്തി തരണേ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഇതൊന്ന് നടത്തി തരണേ എന്നൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഞാൻ ഈ വഴിപാട് ചെയ്തേക്കാമേ എന്നൊന്ന് മനസ്സിൽ നേരണേ. നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരിടത്ത് സമാധാനമായി ഇരുന്നു കൊണ്ട് മനസ്സിൽ ഈ വഴിപാട് ഇപ്പോൾ തന്നെ, ഈ ഒരു നിമിഷം തന്നെ നേരുക. ഒരുപക്ഷെ ഞാനിത് പറയാനും നിങ്ങൾ ഇത് കേൾക്കുവാനും ഇടയായതെല്ലാം ഭഗവതിയുടെ ആ വിളിയായിരിക്കും, ഭഗവതിയുടെ ആ കരുണ ആയിരിക്കും. ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കാൻ നേരമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിരിക്കും. അമ്മ അറിയാതെ ഈ ലോകത്തൊന്നും തന്നെ നടക്കില്ല. അപ്പോൾ അമ്മ നിമിത്തമായിരിക്കും ഞാനിത് പറയാൻ ഇടയായത്, നിങ്ങൾ ഇതൊന്ന് യാദൃശികമായിട്ട് കേൾക്കാൻ ഇടയായത്. അപ്പോൾ എല്ലാവരും മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ആ നടയിൽ വന്ന് ഞാൻ ഈ വഴിപാട് ചെയ്തുകൊള്ളാം എന്നൊന്ന് നേരുക. വഴിപാട് എന്താണ് എന്നല്ലേ? വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോറ്റാനിക്കര പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുക, തൊഴാനായിട്ട് പോവുക. തൊഴാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ ചോറ്റാനിക്കര തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ ആഗ്രഹം നടന്നെല്ലാം കിട്ടിക്കഴിഞ്ഞ് ചോറ്റാനിക്കര പോകുന്നതിന്റെ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ 2 ചുവന്ന പട്ട് വെക്കുക. 2 പട്ടിന്റെ കഷ്ണം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ, പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്ന എവിടെയാണോ ആ വിളക്ക് വെക്കുന്ന അവിടെ, അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നിടത്ത് ആ ഒരു ഭാഗത്ത് 2 ചുവന്ന പട്ടിന്റെ തുണി വിരിച്ച് അതിൽ ഓരോ പട്ടിലും ഒന്നിനു മുകളിൽ ഒന്നായി 21 നാണയങ്ങൾ, അതായത് ഒരു പട്ട്
ചുവന്ന പട്ട് അത് വെച്ചിട്ട് അതിന് മുകളിലുള്ള ഓരോ രൂപ നാണയങ്ങൾ അതിന് മുകളിൽ ഓരോ രൂപ നാണയങ്ങൾ വെച്ച് 21 നാണയങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുക. അങ്ങനെ 2 പട്ടിലും 21 നാണയങ്ങൾ വീതം വെക്കുക. നിങ്ങൾ പോകുന്ന ദിവസം, അതായത് നിങ്ങൾ ഇപ്പോ അടുത്ത ഞായറാഴ്ചയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച തന്നെ നിങ്ങൾ ഈ പറയുന്ന പട്ട് വിരിച്ച് ആ നിലവിളക്ക് കത്തിക്കുന്ന ഇടത്ത് ഈ 21 രൂപ നാണയങ്ങൾ, ഈ 21 ഒറ്റ രൂപ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ 1 രൂപയുടെ 21 നാണയങ്ങളാകാം. അതല്ല, പല ഡിനോമിനേഷനിലുള്ള നാണയങ്ങളാണ് 1, 5, 10 ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം, തെറ്റില്ല. പിന്നെ 1 രൂപ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ 21 ഒറ്റ നാണയങ്ങൾ അത്തരത്തിൽ വെക്കുക. അങ്ങനെ 2 പട്ടിലുമായിട്ട് 21, 21, 21, 42 രൂപ പട്ടിന് മുകളിൽ വെക്കുക. വെച്ചതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ ആ നാണയം വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ആഴ്ച, ഇപ്പോൾ ഈ ഞായറാഴ്ച നിങ്ങൾ ഇത് വെച്ച്, അപ്പോൾ അടുത്ത ഞായറാഴ്ച വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരാഴ്ച ഇത് ഇരുന്ന് കഴിയുമ്പോൾ അടുത്ത ആഴ്ച പോകുന്ന സമയത്ത് ആ 2 നാണയവും ആ തുണിയോടുകൂടി പൊതിഞ്ഞെടുത്ത് 2 കിഴിയായിട്ട് കെട്ടുക. അതായത് 21 രൂപ നാണയങ്ങളുള്ള 21 ഒറ്റ രൂപയുള്ള 2 നാണയ കിഴിയായിട്ട് കെട്ടുക. ഈ 2 നാണയ കിഴികളുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാൻ എന്ന് പറയുന്നത്. ചോറ്റാനിക്കര പോയുള്ളവർക്ക് അറിയാം, ചോറ്റാനിക്കര മേൽക്കാവിൽ അമ്മയും ഉണ്ട്, കീഴ്ക്കാവിൽ അമ്മയും ഉണ്ട്. അപ്പോൾ ഈ 2 കിഴികൾ കൊണ്ടുപോയി സമർപ്പിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ആദ്യം മേൽക്കാവിൽ അമ്മയ്ക്ക് 21 നാണയങ്ങളുടെ കിഴി സമർപ്പിച്ച് ആ നടക്കൽ വെച്ച് അല്ലെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുക. നാണയ കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ശേഷം അതുപോലെ തന്നെ കീഴ്ക്കാവിൽ അമ്മയ്ക്കും 21 നാണയ കിഴി സമർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാണയ കിഴി മേൽക്കാവിൽ അമ്മയ്ക്കും കീഴ്ക്കാവിൽ അമ്മയ്ക്കും എന്നുള്ളതാണ് നിങ്ങൾ വഴിപാട് നേരുന്ന സമയത്ത് മനസ്സിൽ നേരേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കി ഒരിടത്തിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, ആ ഒരു സ്വപ്നം, സാമ്പത്തിക പ്രശ്നം തീരുവാനാകാം, ചിലപ്പോൾ ഒരു ജോലി കിട്ടുവാനുമാകാം, ഇതിനു വേണ്ടിയാകാം, ഒരു വിദ്യാവിജയം ഉണ്ടാകാൻ വേണ്ടിയാകാം, എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടിയാകാം, മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മനസ്സ് തുളമ്പുന്ന ഏതൊരു കാര്യവുമായിക്കോട്ടെ, ആ ഒരു കാര്യം ഇപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞ് നാണയക്കിഴി സമർപ്പിക്കാം എന്നുള്ളതാണ്. മനസ്സിൽ നേരുന്ന അന്നത്തെ ദിവസം നാണയക്കിഴി സമർപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറ്റവും കേമമാണ്. ഒന്നാമത്തെ കാര്യം 5 നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. അമ്മയുടെ ആ കൊടിമര ചുവട്ടിൽ അമ്മയുടെ നടക്കൽ ചെന്നുകൊണ്ട് നെയ്വിളക്ക് അമ്മയ്ക്ക് സമർപ്പിച്ച് കയ്യിൽ താലമേന്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 5 നെയ്വിളക്ക്, അത് എണ്ണം കൃത്യമായിരിക്കണം കേട്ടോ. 5 നെയ്വിളക്ക് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 5 നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ അർച്ചന എന്നൊരു അർച്ചനയുമുണ്ട്. അത് വീട്ടിൽ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ചെയ്യണമെങ്കിൽ അതുകൂടെ ചെയ്തോളൂ. അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല, ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. ഇത്രയും കാര്യം ചെയ്യുന്നതിനോടൊപ്പം ലളിതാ സഹസ്രനാമ അർച്ചന നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. എല്ലാവർക്കും ആ ഭഗവതിയുടെ ഒരു കടാക്ഷം ലഭിക്കുന്നതിന്, ആ ഒരു കവചം ഉണ്ടാകുന്നതിന് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഥവാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം നടന്നു കിട്ടുവാനായിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകൊള്ളൂ. നിങ്ങൾക്ക് ഫലം കിട്ടും. ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അവരൊക്കെ പോയിട്ട് ചെയ്തിട്ട് വന്ന് വലിയ സന്തോഷത്തോടു കൂടി തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾ നടന്നു, അത് ചെയ്ത ഉടനെ തന്നെ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമായി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. ആ ഒരു കാര്യമാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ശക്തിയില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം നമുക്ക് അടുത്തറിയും തോറും നമ്മൾ അമ്മയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന അമ്മയാണ്, നമ്മളെ സഹായിക്കുന്ന അമ്മയാണ്, എല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും ചോറ്റാനിക്കര അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു.
എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇതിൽ കമന്റ് ഇടുന്ന, അതായത് നിങ്ങളുടെ പേരും നാളും ഒന്ന് കമന്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിലും ഇതിൽ കമന്റ് ഇടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പേരും ജനന തീയതിയും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മേ ശരണം, ദേവീ ശരണം.